നികേഷ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചാന്ദിനിയായിട്ട് സംസാരിക്കുന്ന സുഭാഷിനെയാണ് കാണുന്നത്. നികേഷ് തിരിച്ച് ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ അപ്പുറത്തെ റൂമിൽ സുധീഷ് കാമുകിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുറ്റത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഹരീഷ് നീതുവായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നികേഷ് നിധിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. നിധിയോട് പറയും, ഈ വീട്ടിലെല്ലാവരും ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? എല്ലാവരും അവരുടെ കാമുകിമാരോട് സംസാരിക്കുകയാണ്. അടുക്കളയിൽ സുഭാഷ് ഏട്ടൻ ചാന്ദിനിക്ക് അച്ചാറുണ്ടാക്കാൻ പഠിപ്പിക്കുന്നു. അപ്പുറത്തെ റൂമിൽ സുധീഷേട്ടൻ ഗായത്രിയായിട്ട് കടത്തി അടിക്കുന്നു. പുറത്ത് ഹരീഷേട്ടൻ നീതുമായിട്ട് സംസാരിക്കുന്നു. അല്ല, ഏടത്തേക്ക് ഈ സുധീഷേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ദേഷ്യമൊന്നുമില്ലേ? അത് കേൾക്കുമ്പോൾ നിധി ഒന്ന് പതറും. നിധി പറയും, എനിക്കെന്താ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും തല്ലു കൊള്ളുമ്പോൾ അറിയാം. നികേഷ് പറയും, എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചോദിക്കായിരുന്നു. നിധി പറയും, എന്തിനാടാ, നിനക്ക് പെൺകുട്ടികളെ പറ്റി അറിയാത്തതുകൊണ്ടാ. കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പോരാൻ പറ്റില്ല. ഏടത്തി ഒരു പെൺകുട്ടിയല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഞാൻ പെൺകുട്ടി ആയതുകൊണ്ടാണ് അതിനെപ്പറ്റി എനിക്ക് അത്രയും അറിയുന്നത്. നിൻ്റെ സുധീഷേട്ടനൊക്കെ അവസാനം പഠിച്ചോളും. രാവിലെ കോളേജിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നിധി നികേഷിനോട് പാത്രം കഴുകി വെക്കാൻ പറയാണ്. സുഭാഷ് പറയും, അതെന്തിനാ, ഞാൻ ചെയ്തോളാം. അല്ല സുഭാഷ് ഏട്ടാ, ഇവിടുത്തെ ജോലികളൊക്കെ ഇനി എല്ലാവരും ചെയ്യട്ടെ, അല്ലെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന പെണ്ണ് വരുത്തും ഇവിടുത്തെ ജോലികൾ മുഴുവൻ സുഭാഷ് ഏട്ടനാണ് ചെയ്യുന്നതെന്ന്. സുഭാഷ് അങ്ങനെയൊന്നുമില്ല, പറഞ്ഞില്ലെങ്കിലും മനസ്സിലുണ്ടാവും സുഭാഷ് ഏട്ടാ. നികേഷ് സുഭാഷിന് ഭക്ഷണം കൊണ്ടാവാനുള്ള പാത്രം എടുത്ത് കൊടുക്കുകയാണ്. സുഭാഷ് പറയും, ഇത് മതിയടാ, മറ്റേത് എടുക്കണ്ട. അതെന്താ, സുഭാഷ് ഏട്ടൻ ഭക്ഷണം കൊണ്ടുപോകുന്നില്ലേ? ഇല്ല, എനിക്കിന്ന് ചാന്ദിനി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നികേഷ് ഒന്ന് ചിരിച്ചുകൊണ്ട് പറയും, അങ്ങനെ. ഇത് കാണുമ്പോൾ നിധിക്കും ചിരി വരും. സുഭാഷ് ചോദിക്കും, എന്തിനാ നിങ്ങളൊക്കെ ചിരിക്കുന്നത്? എന്നെ കളിയാക്കുകയാണോ? നിധി പറയും, അല്ല സുഭാഷ് ഏട്ടാ, നല്ല അർത്ഥത്തിൽ ചിരിച്ചതാ. നികേഷ് അടുക്കളയിൽ നിന്ന് പോകുമ്പോൾ സുഭാഷിനോട് പറയും, എന്നാൽ ശരി ഭയ്യ. സുഭാഷ് പറയും, എടാ വേണ്ട. നിധി ഓഫീസിലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ മനസ്സിലാദ്യം വരുന്നത് ഗായത്രി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കാര്യമാണ്. നിധി തിരിച്ചകത്തേക്ക് തന്നെ വരുമ്പോൾ നികേഷ് എന്താ എടുത്തി, എന്താ തിരിച്ചു വന്നത്? നിധി പറയടാ, നമുക്ക് സ്കൂട്ടറിൽ പോവാം. ബസ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓരോ വായിനോക്കികളൊക്കെ കാണേണ്ടി വരും. അവർ രണ്ടുപേരും കൊണ്ട് സ്കൂട്ടറിൽ പോവാണ്. ബസ് സ്റ്റോപ്പിലെത്തി നികേഷിനെ അവിടെ ഇറക്കും. എന്നിട്ട് നിധി അവിടെ തന്നെ നിൽക്കും. നികേഷ് എടുത്തി പോകുന്നില്ലേ? നിധി പറയും, നീ ബസ് കയറിയിട്ട് പോവാം. ഗായത്രി അവിടെ ഉണ്ട്. ഗായത്രി സുധീഷിനെ കാണാഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കും, സുധീഷ് എവിടെ? അവർക്ക് രണ്ടുപേർക്കും ഇതൊന്നും ഇഷ്ടാവില്ല. നിധിയോട് ചോദിക്കും, നിങ്ങൾ സുധീഷ് ചേട്ടൻ്റെ ആരാ, ചേച്ചിയാണോ? ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ദേഷ്യം വരും. നിധി പറയും, ചേച്ചിയല്ല, അമ്മായി. എന്ന് വെച്ചാൽ ആരാ? നിധി പറയും, മാമൻ്റെ ഭാര്യ. ഓ. നികേഷും ഗായത്രിയോട് ചെറുതായിട്ട് ചൂടായി സംസാരിക്കുകയാണ്. ഗായത്രി അവിടുന്ന് പോയി കഴിയുമ്പോൾ നിധി നികേഷിനോട് പറയും, എടാ, എന്നെ കണ്ട സുധീഷിൻ്റെ ചേച്ചിയാണെന്ന് തോന്നുന്നു. നികേഷ് ഇല്ല എടുത്തി. പിന്നെ അവൾ എന്നോട് അങ്ങനെ ചോദിച്ചതോ? ഞാൻ കളിയാക്കാൻ അമ്മായിയാണെന്ന് പറഞ്ഞിട്ട് അവൾ ചോദിക്കുക ആണോ എന്ന്. നികേഷ് പറയും, അവൾക്കതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ല. സുധീഷ് ചേട്ടനെ കണ്ട ഏടത്തിയുടെ ചിറ്റപ്പനാണെന്നാ തോന്നുക. ആ സമയത്ത് സുധീഷ് അങ്ങോട്ട് വരികയാണ്. സുധീഷ് വരുമ്പോൾ തന്നെ ഗായത്രിയോട് കൈ കാണിക്കും. അവരോടൊക്കെ എന്താണ്? നിധിയും നികേഷും സുധീഷിനെ വല്ലാതെ മൈൻഡ് ചെയ്യുന്നില്ല. നിധി പറയും, നികേഷേ ഞാൻ പോവാ എന്നാ. അതും പറഞ്ഞ് നിധി സ്കൂട്ടർ എടുത്ത് അവിടുന്ന് പോവാണ്. നികേഷ് സുധീഷിനോട് പറയും, സുധീഷ് ചേട്ടാ നല്ല ബോറാവുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരിൽ സുധീഷ് ചേട്ടൻ ബുദ്ധിമുട്ടാകുന്നത് ഞങ്ങൾ തന്നെ കാണേണ്ടി വരും. സുധീഷ് പറയടാ, നികേഷേ നീ നോക്കിക്കോ, ഇതിൽ നിൻ്റെ ഏടത്തി വീഴും. നീയൊക്കെ അത് കണ്ടിട്ട് എന്നെ കൈകൂപ്പി തൊഴും. നിധി ഓഫീസിൽ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടി പ്രൊജക്ട് പ്രസൻറ്റേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിധി വരും, ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടൊക്കെ എന്താണെന്ന് ആർക്കറിയാം. ആ സമയത്ത് സിദ്ധാർത്ഥ അങ്ങോട്ട് വരികയാണ്. സിദ്ധാർത്ഥ രണ്ടുപേർക്കും സ്വീറ്റ്സ് കൊടുക്കും. എന്നിട്ട് പറയും, നിധിയുടെ പെർഫോമൻസ് ഗംഭീരമായി. ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളാണെന്നും തോന്നുകയില്ല. നിധിയെ കുറേ അഭിനന്ദിക്കുകയാണ്. വൈകുന്നേരം ബീച്ച് സൈഡിലെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുത്തെ കോഫീനെയൊക്കെ പറ്റി പറയും. ഇന്ന് നമുക്ക് അവിടെ പോയാലോ? നിധി പറയും, അയ്യോ ഇന്ന് പറ്റില്ല, ഇന്ന് വീട്ടിലെ ഒരു ഫംഗ്ഷനുണ്ട്. സിദ്ധാർത്ഥ പറയും, എന്നാൽ വേറൊരു ദിവസം പോവാം, എന്നെ പറ്റിക്കരുത്. നിധി ചിരിക്കും. സിദ്ധാർത്ഥ പോയി കഴിയുമ്പോൾ കൂടെയുള്ള പെണ്ണ് പറയും, ഞങ്ങളൊക്കെ ഇതുപോലെ ഓരോ പ്രോജക്റ്റൊക്കെ അവതരിപ്പിച്ചവരാ, ഞങ്ങൾക്ക് ഇതുപോലെ കോഫിയൊന്നും കിട്ടിയിട്ടില്ല. സിദ്ധാർത്ഥിന് നിധിയോട് എന്തോ ഒരു സോഫ്റ്റ് കോർണറുണ്ട്. നിധി പറയും, അത് നിനക്ക് വെറുതെ തോന്നുകയാണ്. എന്നാൽ ഞാൻ കോഫിക്ക് പോകുന്നില്ല, നിങ്ങൾക്കൊന്നും തരാത്തത് എനിക്കും വേണ്ടാന്ന് ഞാൻ പറയും. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ തീർച്ചയായിട്ടും പറയും. സുധീഷ് കാറുമായിട്ട് ഹരീഷിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഹരീഷിനോട് പറയടാ, ഇതിൻ്റെ എ സിക്ക് എന്തൊരു കംപ്ലൈൻറ്റ്, നീ ഒന്ന് വന്ന് നോക്കിയേ. ഹരീഷ് പറയും, സുധീഷ് ഏട്ടാ ഇത് 2 വീലർ വർക്ക്ഷോപ്പാണ്, സുധീഷ് ഏട്ടൻ ഇത് കാറിൻ്റെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയ പോരെ. സുധീഷ് പറയും, അവിടെയൊക്കെ ഭയങ്കര ചാർജാടാ, നീ ഒന്ന് നോക്ക്, ഞാൻ പോയിട്ട് ഒരു ജ്യൂസ് കുടിച്ച് വരാം, നിനക്കും വാങ്ങിച്ചു തരാം. അതും പറഞ്ഞ് സുധീഷ് പോവാണ്. ഹരീഷ് അത് നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നീതു വരും. നീതു ഹരീഷിനെ കാണുന്നില്ല ആദ്യം. കണ്ടിട്ടും ഹരീഷാണെങ്കിൽ നീതുവിനോടൊന്നും മിണ്ടുന്നില്ല. നീതു വയ്ക്കും, നിനക്ക് ഇപ്പോഴും എന്നോട് പിണക്കം തീർന്നില്ലേ? നീതു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സുധീഷ് വരുമ്പോൾ വഴക്ക് കൂടുന്ന ഇവരെയാണ് കാണുന്നത്. സുധീഷ് വയ്ക്കും, നിങ്ങളുടെ വഴക്ക് അപ്പുറം കേൾക്കാലോ.
രണ്ടുപേർക്കും സുധീഷിൻ്റെ കയ്യിലുള്ള ജ്യൂസ് കൊടുക്കുകയാണ്. ഹരീഷ് പറയും വണ്ടി ശരിയാക്കിയിട്ടുണ്ട്, സുധീഷ് ഏട്ടാ വണ്ടി എടുത്ത് പോകാൻ നോക്ക്. സുധീഷ് പറയാം അങ്ങനെ പോയാലെങ്ങനെ, എൻ്റെ അനിയത്തി കുട്ടിയായിട്ട് വരാനുള്ള കുട്ടിയാ. എന്താ മോളെ കാര്യം പറ. സുധീഷ് നീതുവിനെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് നീതുവിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ്.